ആ ചേച്ചീരേന്ന് ചേട്ടനെ അടിയിട്ടിട്ട് നല്ല തെറി പറഞ്ഞു കൊടുക്കേ. പണ്ടാറക്കാല 12 വയസ്സുള്ളപ്പോഴാണ് ഈ പച്ച കുടംപുളി കൊണ്ട് അമ്മ മീൻ കൂട്ടാൻ വെച്ചിട്ടുള്ളത്. കുടംപുളി കണ്ട വെന്തു കോടപ്പുളി കാലിഞ്ഞു തോന്നുന്നുണ്ട്. മതി. ഒരു പണത്തുക അങ്ങടുമില്ല, ഒരു പണത്തുക ഇങ്ങടുമില്ല. വേണം 84 ഭയങ്കര വളർച്ച വന്നു. എന്തൊരു കാറ്റില്ലേ. പക്ഷെ ജഗ്ഗു പിണങ്ങിയിരിക്കുകയാണ്. അവൻ ഇഷ്ടപ്പെട്ട മുതിരയും കടലൊന്നും വെക്കണില്ല. നിനക്കും വായില് ചന്ദ്രരശ്മിതൻ ചന്ദന നദിയിൽ സുന്ദരിയാമൊരു മാൻപേട. അല്ല മോനെ, ഒരു കാര്യം ചോദിക്കട്ടെ. ചേട്ടൻ്റെ ഈ കാട്ടായം കണ്ടിട്ടുണ്ടെങ്കിൽ വല്ലവരെ കായ്കൊല കക്കാൻ പോവാൻ തോന്നില്ലോ. നമ്മുടെ കായ്കൊല തന്നെയല്ലേ, അങ്ങോട്ട് ഒടിഞ്ഞു വീണൂന്നല്ലേ ഉള്ളൂ. സാധാരണ കായ്കൊല വെട്ടണ പോലെ വെട്ടാണെങ്കിൽ അതിലൊരു ത്രില്ലില്ലല്ലോ. അത് ഇത് ഇങ്ങനെ ആവണതല്ല ഹീറോയിസം. ഭയങ്കര ഹീറോയിസം. വേറെ വല്ലവരും കണ്ടു നീട്ടുണ്ടെങ്കിൽ പിടിച്ച് തെങ്ങുമ്പോ പിടിച്ച് കെട്ടിട്ടാണ്. ഇതേ ആനല്ലേ ഞാൻ ഒരു പടല പൂവങ്കായ വേണമെന്ന് പറഞ്ഞു. അതിനാണോ ഈ കാട്ടിക്കൂട്ടി? അതല്ല അവിടെ നിന്ന് ഞാൻ ഓടി വന്നത്. എന്തുണ്ടായേ? ഒന്നും ഉണ്ടായില്ലേ? അങ്ങനെ നമ്മുടെ ഒരു വലിയൊരു പൂവൻകൊല ഇങ്ങോട്ട് ചെരിഞ്ഞു. കണ്ട, ഇതാണ് ഞാൻ തീന്നാണ്. മേലിക്ക് കറയും. ഞാൻ പിടിച്ചിട്ടുണ്ട്. ഞാൻ അടിച്ചാടി കയറാം. അങ്ങനെ ഈ വീട്ടിൽ നടക്കുന്നതും നടക്കാത്തതുമായ പല കാര്യങ്ങളും. അപ്പൊ യഥാർത്ഥത്തിൽ മാടമ്പള്ളിയിലത്തെ മനോരോഗിയാണ്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇത് കണ്ടോണ്ടിരിക്കുന്നവർക്ക് മനസ്സിലായി. ഇനിയിപ്പോ എനിക്ക് അങ്ങോട്ട് കയറണല്ലോ. ഞങ്ങൾക്ക് കടന്നാവേശം അങ്ങോട്ട് കിട്ടില്ലല്ലോ. കിണറ്റിയെ ചാടി എന്നിട്ട് പറയാ അങ്ങനെ ഒരു ഇതില്ലേ ചൊല്ലി. ഒരാവേശത്തിന് കിണറ്റി ചാടി കഴിഞ്ഞിട്ട് പിന്നെ എന്നിട്ട് 100 ഇതിന് തിരിച്ചു കയറാൻ പറ്റില്ലാന്ന്. എൻ്റെ ദൈവമേ, കഴിച്ചു. ആ പിള്ളേരിപ്പന്നെ മറ്റേ ജയന്തിയും നീതുവിൻ്റെയും പിള്ളേരില്ലേ, അവരിപ്പന്നെ വിളിച്ചതേ ചേട്ടാ നിങ്ങളുടെ വാഴക്കൊല അങ്ങോട്ട് മറിഞ്ഞു കിടക്കണമെന്ന്. അപ്പം ഇത് വെട്ടിയിട്ട് വീഡിയോ എടുക്കൽ തുടങ്ങാന്ന് പറഞ്ഞിട്ട് പിന്നെയുണ്ട്. അയ്യോ ചേട്ടൻ്റെ ഒരു കാര്യം. അപ്പം ഇതിന്ന് ഒരു രണ്ട് പടലല്ലേ ഞാൻ കൊടുക്കാം. കതച്ച് പട്ടി ഒരു ബന്ധമുള്ള വീഡിയോ അല്ലാട്ടപ്പ ചെയ്യാൻ പോണത് അല്ലേ? അപ്പം നമുക്ക് നല്ല പച്ച കുടംപുളി കിട്ടിയിട്ടുണ്ട്, അയിലും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഓർമ്മ വെച്ച കാലം എന്ന് പറഞ്ഞാൽ, അല്ല എൻ്റെ ഓർമ്മ വെച്ച കാലം എന്നല്ല, സരിത അങ്ങോട്ട് പോയി. എടുത്തോ. എൻ്റെ ഓർമ്മയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ചെറുപ്പത്തിൽ കുഞ്ഞിതായിരിക്കുമ്പോൾ 10-12 വയസ്സുള്ളപ്പോഴാണ് ഈ പച്ച കുടംപുളി കൊണ്ട് അമ്മ മീൻ കൂട്ടാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ പച്ച കുടംപുളി ഒരെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഓർമ്മയിൽ അതുപോലത്തെ കൂട്ടാൻ അതുപോലെ നമ്മൾ വയ്ക്കുന്നത്. അല്ല, അന്ന് നാളികേരത്തിന്റെ മുറിയില്ലേ, അല്ല നാളികേരത്തിന്റെ ഒരു പീസില്ലേ, അത് അരച്ചിട്ടാണ് വയ്ക്കുന്നത്. അപ്പൊ നമ്മള് നാളികേരം പാലില് പിന്നെ സബോളയും ഇതൊക്കെ ഉണ്ടായിരുന്നു അന്ന്. സബോളയില്ല, ചുമന്നുള്ളിയൊക്കെ ചതച്ചിടല്ലേ, ഇഞ്ചി ഇത്രക്കില്ല, കുറച്ച് വസ്തുക്കളില്ല നമുക്ക്. പക്ഷെ നമ്മള് അതുപോലെ വെക്കാൻ നോക്കണം കേട്ടാ. പച്ചക്കുടപുളി മാത്രണ്ട്. അതിലാണ് കളി നടക്കുന്നത്. മഴ വരുന്നൊക്കെ നമ്മള് ഇപ്പോഴത്തെ രീതിയിൽ വെക്കുന്നു. ഇത് എടുത്തോണ്ട് ഓടേണ്ട വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമ്മള് മീൻ നന്നാക്കിണ്ട് ഒരു നാളികേരത്തിന്റെ 1-ാം പാലും 2-ാം പാലും കൂട്ടിച്ചേർന്നിട്ടുള്ള പാലെടുത്തിട്ടുണ്ട്. പിന്നെ കുടംപുളി, സബോള. ഇപ്പൊ കൊറേ നമ്മുടെ എന്താ പറയാ ബാക്കിയുള്ള ജില്ലക്കാരുടെ പാചകങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അയ്യോ ഇതെന്താ ഓണായിട്ടിരിക്കണേ? നമ്മൾ തൃശ്ശൂരിനെ അങ്ങനെ ഇങ്ങോട്ട് മറന്നു കളയാൻ പാടില്ലല്ലോ. കാറ്റുണ്ട് ഇപ്പോൾ. അപ്പൊ നമ്മൾ ഇതിനെടുത്തോണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സബോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ
മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇടണ്ടാച്ചാലോ? മല്ലിപ്പൊടി ഇടും. പിന്നെ ഉപ്പ്, വക സാധനങ്ങൾ എടുത്തോണ്ട് വേപ്പിൻ്റെ ഇല വേണം. വേപ്പിൻ്റെ ഇല പൊട്ടിക്കാൻ പോകും. അങ്ങനെ നമ്മുടെ ചട്ടി ചൂടായിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. കാറ്റുണ്ട്, മഴയുണ്ട്. ഇതാക്കാം, മഴ വരാൻ സാധ്യതയുണ്ട്, സകല സാധ്യതയുണ്ട് കേട്ടാ. ഇത് പണ്ട് അടുപ്പിലാണ് വെക്കുക കേട്ടാ. പക്ഷേ വിറകടുപ്പിലാണ് വെക്കാന്ന്. അല്ലാന്ന് വഴറ്റൊന്നുമില്ല. നമ്മള് ഒന്നും വഴറ്റില്ല. കൂടി സവാള ഇടണോ? വെളിച്ചെണ്ണ ചൂടാണല്ലോ. ഇപ്പൊ ചൂടാവും. 3-4 പച്ചമുളക്, പപ്പടല്ലേ കാച്ചാനായിട്ട്, ചോറിനായിട്ട്. ചീരത്തെ ചോറിനാണല്ലോ പ്രധാനം. അല്ല, ഈ കായ്ക്കൊല സാധാരണ പോലെ വെട്ടിയ പോലെ എന്നിട്ടും ചേട്ടൻ ഇങ്ങനെ കാണിച്ചത്? ഈ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഞങ്ങൾ വീഡിയോ എടുക്കാൻ നിൽക്കായിരുന്നു കേട്ടാ. അപ്പാണ് പെട്ടെന്ന് ചേട്ടന് ഡ്രസ്സൊക്കെ മാറിയിട്ട് ഒരു പൂക്ക് പോട് കണ്ടേ. വെറുതെ രസം. എന്താ പറയാ, മറ്റേ ഇതിൽ പറഞ്ഞ പോലെ നമ്മുടെ ആ സിനിമയില്ലേ, ഏത് മോഹൻലാല് മറ്റേ ഇവിടേക്ക് പോയിട്ട് നെടുമുടി ആയിട്ടുള്ള പടല്ലേ, മാനം തെളിഞ്ഞ നിന്ന അതിലത്തെ ഇത് പറയില്ലേ, അതിൽ നെടുമുടി പടല്ലേ, ഈ കച്ചവടം വീട്, കച്ചവടം വീട്, കച്ചവടം വീട് തന്നെയല്ലേ എപ്പോഴും കാണിക്കുന്നത്. നമുക്ക് ഈ ഇടയ്ക്കൊരു ഇത് വേണ്ടേ, ചേഞ്ച് വേണ്ടേ, എന്റർടൈൻമെന്റ് വേണ്ടതെന്ന് വെച്ചിട്ടാണ് അവർ നാടകം കാണാൻ പോകുന്നത്. മനസ്സിലായില്ലേ? അതുപോലെ നമ്മൾ ഒരു നാടകം കാണുന്നതിന് വരെ നാടകം കളിച്ചു, ഒരു ചേഞ്ച്. അതാണ് പേരെന്താ? തേന്മാകുമ്പത്ത്. ഞാൻ മറന്നില്ലല്ലോ, ഞാൻ പറഞ്ഞു. അതാണ് സാരിതര ഗുണം. നമുക്ക് എന്തെങ്കിലും ഓർമ്മയിൽ നിന്ന് മറന്നു പോയിട്ടുണ്ടെങ്കിൽ പറഞ്ഞു തരും. ഞാൻ മറന്നത് ചേട്ടനും പറഞ്ഞു തരും. അപ്പം അയില നമ്മളൊരു 10-350 ഗ്രാം എടുത്തിട്ടുണ്ട് കേട്ടോ. അയില കൊടപ്പുളി കാണിക്കണ്ട. കൊടപ്പുളി കാണിച്ചു. ഇതേ കൊടപ്പുളി ഉണ്ടാ ഒരെണ്ണം മതിയാവും തോന്നുന്നു അല്ലേ? പുളി ഉണ്ടാവും തോന്നുന്നു. ഇത് പൊളിച്ച് കൈ കൊണ്ട് പൊളിച്ച് ഇതിൻ്റെ ഉള്ളിൽ പുരി കളയാം. എൻ്റെ അമ്മ ഇത് ഇത്രയ്ക്ക് പിന്നെ ശരിയാക്കി തരാം. ഇത്രയ്ക്ക് ബലം ഉണ്ടല്ലേ. ഒരു ചെറിയൊരു പൊളി വീട്ടിയാൽ മതി. കൊടപ്പുളി ഉണ്ട്, അല്ല കൊടപ്പുളി കത്തിയുണ്ട്. ജഗ്ഗു അവിടെ ഉണ്ട്, പക്ഷെ ജഗ്ഗു പിണങ്ങിയിരിക്കുകയാണ്. എല്ലാ ദിവസവും അച്ഛനും അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട മീൻ കൂട്ടാനും ഇറച്ചി കൂട്ടാനൊക്കെ വെക്കണുള്ളൂ. അവൻ ഇഷ്ടപ്പെട്ട മുതിരയും കടലൊന്നും വെക്കണില്ലാന്ന് പറഞ്ഞിട്ട് അലമ്പ്. സാധാരണ നമ്മൾ എന്നിട്ട് പറയാല്ലേ, എന്ന് മുതിരയും കടലും ഒരു മീനും ഇറച്ചിയും കിട്ടാൻ ചെയ്യാന്ന് ചോദിക്കും. മാങ്കോസ്റ്റിൻ പോലെ അല്ലേ? അതിന്റെ കണത്തിൽപ്പെട്ട തന്നെയാണ്. എന്റെ വായിൽ വെള്ളം വരാം. പല്ല് പുളിക്കുന്നുണ്ട്. നല്ല പുളിയല്ലേ? നീ പറഞ്ഞത് നോക്ക്. ശരിക്കും മാങ്കോസ്റ്റിൻ ചേച്ചി കഴിച്ചോ? ഭയങ്കര പുളിയാ. കേട്ടോ ഇത് കളയല്ലേ? എന്തെന്നോട് ചോദിക്കണേ? ചേട്ടൻ കഴിക്കണേ കഴിച്ചോ, കളയണേ കളഞ്ഞോ? അല്ല, ഈ വേപ്പ പിടിക്കാനായിട്ട് ഇതുപോലെ മാസം എൻട്രിയിട്ട് പോണേ. പൊക്കോ. ആ ഇടിഞ്ഞു പൊളിഞ്ഞ് വീടായിരിക്കും മതിലും വന്ന് അപ്പുറത്തേക്ക് മാസം എൻട്രി കാണിച്ചിട്ട്. നമ്മൾ ഈ അടുപ്പിൽ നിന്ന് എടുത്തിട്ട് ഈ അടുപ്പിലേക്ക് വയ്ക്കാം കേട്ടോ. പ്രയോജനം ഉണ്ടെന്ന് തോന്നുന്നില്ല. ഭയങ്കര കാറ്റാ തേങ്ങ. ചേട്ടൻ മോളിൽ നിന്ന് മറ്റേ അടുപ്പ് എടുത്തോ? നല്ലത് മുകളിലാണോ മറ്റേ അടുപ്പ്? കാറ്റ് സമയത്ത് നല്ല സുഖം. ഇപ്പൊ കിടും, ഇപ്പൊ കിടും. ഒരു എന്തുട്ട കാറ്റില്ലേ. സരി മുടി പറക്കുന്നില്ല, ഇങ്ങനെ പറക്കില്ല. ശരിക്കും പ്രേതല്ലോ. അതെ, ശരിക്കും തീ കത്തിയില്ലെങ്കിൽ നാളികേരപ്പാല് പിരിയും. നല്ല നാളികേരപ്പാല് ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല തീ കത്തണം, നന്നായി തിളച്ച് മറിയണം, അല്ലെങ്കിൽ പാല് പിരിയും. അപ്പോൾ മറ്റേ അടുപ്പ് എടുക്കേണ്ടി വരും. അപ്പൊ നമുക്ക് മറ്റേ അടുപ്പ് എടുക്കാം. ഇത് കാറ്റാണ്. കാറ്റത്ത് ഇത് തന്നെ. ഇതിന്റെ ആവശ്യമില്ല. 3 അടുപ്പിന്റെ ആവശ്യം വരില്ലല്ലോ. ചേട്ടൻ ഇതെടുത്തേ. ഒറ്റടുപ്പിന്റെ ആവശ്യമില്ലല്ലോ. ഈ അടുപ്പ് നമ്മള് കാറ്റ് പിടിക്കില്ലല്ലോ. ചേഞ്ച്. അയ്യോ, അത് ചെറുതായിട്ടാക്ക്. ശരി ചേട്ടാ. ഇങ്ങനെയല്ല എൻ്റെ രീതി. ഒരു നേരിയതിൽ പാടില്ല, പള്ളിക്ക് ഇടും. സൗണ്ട് ഉണ്ടാകാൻ പാടില്ല. വെച്ചോ, സൗണ്ട് കേൾക്കാൻ പാടില്ല. കുറച്ച് അത്യാവശ്യം തീ ഉണ്ടായോ? അതാക്കാം, തീയാക്കാം. അത് ചൂടായി കഴിഞ്ഞിനി ഇപ്പൊ നല്ല തീയുണ്ട്. ഇല്ലേ ചെറുതായിട്ടുള്ള
ചെറുതായിട്ടുള്ളൂ എന്തിട്ട് കൈ പൊള്ളിയത് കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ അടുപ്പ് മാറ്റി ഇഞ്ചി അരിഞ്ഞതും വെളുത്തുള്ളി അരിഞ്ഞതും ഇട്ട് കൊടുക്കുന്നു. ഇതേ എല്ലാം കൂടി അരച്ചിട്ട് അങ്ങോട്ട് ഇരിക്കിട്ടാ മതി. അപ്പോ കൊല്ലം ആയില്ലേ, നമ്മള് തൃശ്ശൂരല്ലേ വെക്കണേ. എൻ്റെ ചെറുപ്പകാലത്ത് ഇഞ്ചി ചതച്ചിട്ടിടാം അമ്മ, ഒരു ചെറിയൊരു കഷ്ണം ചതച്ചിടും. അങ്ങനെ തന്നെയാ വെക്കുക. ഇഞ്ചി ചുമന്നുള്ളി ചതച്ചിടും, വെളുത്തുള്ളി ചേർക്കില്ല. പിന്നെ മാങ്ങിഞ്ചി എന്ന് പറഞ്ഞ സാധനം കിട്ടും. മാങ്ങിഞ്ചി ഉണ്ടെങ്കിൽ അത് ചതച്ചിടും. എന്നിട്ട് ആ മാങ്ങിഞ്ചി നമുക്ക് അത് ഇത്രയും പോകുന്ന പീസായിട്ട് ഇങ്ങനെ ചതച്ച് കിട്ടില്ല, അത് കിട്ടി അത് ഇങ്ങനെ കടിച്ച് നിന്നിട്ട് ഇങ്ങനെ നീമ്പി ആക്കാൻ ഭയങ്കര രസമാണ്. ലാസ്റ്റ് കൊറ്റം പോലെ അത് തിന്നില്ല. മാങ്ങിഞ്ചി മാങ്ങേര മണം ഉണ്ടാവും, ഇഞ്ചിയുടെ മണം കുടിച്ചാൽ മാങ്ങിഞ്ചി. മാങ്ങിഞ്ചി വെച്ചിട്ട് പണ്ട് ചാള കൂട്ടാൻ വയ്ക്കും. ഇപ്പൊ കിട്ടാല്ലേ കൂട്ടി. ശരിക്കും തനി നാടൻ തൃശ്ശൂര് മീൻ കൂട്ടാൻ നമ്മൾ വെച്ചിട്ടുണ്ട്. എല്ലാം കൂടി മിക്സ് ചെയ്ത് പാലും ഒക്കെ അടക്കം വെച്ച് മീനും എല്ലാം ഇടും ഒരുമിച്ചിടും. ഉള്ളി കാച്ചുണ്ടല്ലോ. അതേ ഇങ്ങനെ വെക്കാൻ തുടങ്ങിയത് തുന്തുരു പറഞ്ഞപ്പോഴാണ്. തുന്തുരു ഒരു ദിവസം അവൻ ഇങ്ങനെ പഠിച്ച് അവൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഹോട്ടലിൽ. ആ സമയത്ത് ഒരു ദിവസം മീൻ കൂട്ടാൻ വെച്ചു. നല്ല ടേസ്റ്റ്, റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഫിഷ് കറി. അതിനുശേഷം നമ്മൾ ഇങ്ങനെ വെക്കാൻ തുടങ്ങി വഴറ്റിയിട്ട്. പിന്നെ മറ്റേ ടൈപ്പ് ഇഷ്ടമല്ലേ ഉണ്ടായി. ആദ്യം അമ്മമാര് അമ്മീമ്മ കംപ്ലീറ്റ് ആയിട്ട് അരയ്ക്കും, എന്നിട്ടൊരു ഉരുളയിട്ട് കൊണ്ടുവരും. അത് ഈ മീൻ ചട്ടിയിൽ കണ്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് കലക്കും, അതിൽ ഉപ്പിടും, എന്നിട്ട് അതിൽ മീൻ കഷ്ണം ഇടും, എന്നിട്ട് എല്ലാം കൂടിയിട്ട് അടുപ്പ് അമ്മയിലാണ് കൊണ്ടുവന്ന് വയ്ക്കുക. അതിൻ്റെ ഇടയിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് ഒന്നുമില്ല, ലാസ്റ്റ് ഉള്ളി കാച്ചും. ഇത്രയുള്ള പണി. ഇത് തൃശ്ശൂർകാരെ പാചകം അങ്ങനെയായിരുന്നു. മീൻ കൂട്ടാൻ അത് മഞ്ഞള് പൊടിയില്ല, മഞ്ഞളിന്റെ കഷ്ണമാണ് മുഴുവൻ മഞ്ഞൾ. അത് അരച്ച് മല്ലി ഒക്കെ കൂടിയിട്ട് അരച്ച് വെണ്ണ പോലെ ഇടും. എന്നിട്ടാണ് കൂട്ടാൻ വെച്ച് തുടങ്ങുന്നത്. എന്തൊരു പണി ചെയ്ത് തുടങ്ങുന്നറിയോ. അത് അതായത് അരിക്കുള്ള കൂട്ടാനിക്കുള്ള വെള്ളം വരെ കോരി കിണറ്റിത് കോരിയിട്ടാണ് അപ്പോൾ കൊണ്ടുവന്ന് അരിക്ക് ആക്കുക. ഒന്നും പാക്കറ്റുകൾ ഉണ്ടായിരുന്നില്ല, ഒരു പാക്കറ്റ് ഇല്ല, ഒരു പ്ലാസ്റ്റിക് ഉറകളില്ല നമ്മുടെ വീട്ടിൽ. ഒരു വീട്ടിലും ഇല്ല പ്ലാസ്റ്റിക് ഉറകൾ, പ്ലാസ്റ്റിക് സഞ്ചികൾ പോലും ഇല്ല. കടലാസിൽ പോലും ചാക്ക് ചേരാണ് കെട്ടാനായിട്ടുള്ളത്. റബ്ബർ ബാൻഡൊക്കെ അപൂർവ വസ്തുവാണ് നമ്മുടെ അവിടെ. പിന്നെ വീട്ടിൽ കുറച്ച് ചട്ടിയും കലം, പിന്നെ കബഡിക്കിണ്ണം, ഓടിൻ്റെ കിണ്ടി, ഓടിൻ്റെ ലോട്ട, ഇങ്ങനത്തെ കുറച്ച് 2-3 പട്ടയും ഉണ്ടാവും. വെള്ളം കോരി വയ്ക്കാനും കുടങ്ങളുണ്ടാവും, ബക്കറ്റ് ഉണ്ടാവും. പിന്നെ ഇവിടെ 1984 ഭയങ്കര വരൾച്ച വന്നു. അന്ന് വെള്ളക്ഷാമം വന്നു. അന്നത്തെ വെള്ളക്ഷാമത്തിന് നമ്മൾ എല്ലാവരും പൈപ്പിൻ്റെ അവിടെ പോയിട്ട് അമ്മണീരെ പിടിയില്ലേ, അവിടെ പോയിട്ട് വരികയാണ് നിൽക്കുന്നത്. പീച്ച് അവിടെ നിന്നുണ്ട്. അപ്പോൾ അവിടെ പൈപ്പ് ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വരി എന്ന് പറഞ്ഞാൽ ചില്ലറ വരിയില്ല. നമുക്ക് പിന്നെ കുറെ ആണുങ്ങളുള്ള കാരണം സുഖ ഓരോ, അതായത് ഒരാൾക്ക് 2 കുടങ്ങൾ വെച്ചിട്ട് വരിയിൽ വെക്കാൻ പറ്റില്ല മാക്സിമം. നമ്മളവിടെ 6 പേര് നിൽക്കുന്നില്ലേ, ഞാനും ഷാജനും അല്ലനും സജീവനും, ഞങ്ങൾ 4 പേരാണ് വെള്ളം. അപ്പോൾ 8 കുടം വെള്ളം ഒരു ട്രിപ്പിൽ വരും. തമാശകൾ എപ്പോഴും ഉണ്ടാവും, എപ്പോഴും തമാശകളുണ്ടാവും. പൈപ്പിന്റെ അവിടെ കുളിപ്പിക്കണത് പഞ്ചവടിപ്പാല അല്ല, പൈപ്പിന്റെ അവിടെ കുളിപ്പിക്കുന്നത് അല്ല, ആൾക്കാര് വരി നിക്ക. അവിടെ മനോജ് ജയൻ വെള്ളം കോരി കുളിക്കുന്ന ഒരു ഗുണ്ടയായിട്ടുള്ള ഒരു പടല്ലേ. അയ്യോ ഭയങ്കര സ്ഥലം. ഇവിടെ വാണി വിശ്വനാഥല്ലേ, വാണി വിശ്വനാഥായിട്ടുള്ള പടം എന്തിട്ടാണ് സ്വർണ്ണക്കിരീട. ഇതായിരിക്കും മഞ്ഞൾപ്പൊടി ഇടുന്നു കേട്ടോ, ഉള്ളി മൂത്തപ്പം. അപ്പോൾ അവിടെ മുളക് പൊടി ഇട്ടാ, എന്നിട്ട് പറയാം ഞാനത്. ഇപ്പോഴൊക്കെ പണ്ട് തീ കുറച്ചു. അതിന് ചട്ടിക്ക് നല്ല ചൂടുണ്ടാവും. മല്ലിപ്പൊടി ഇട്ടു, മല്ലിപ്പൊടി ഇട്ടുട്ടാ. എന്താ പോന്നേ പിണങ്ങിയിരുന്ന് നടന്ന ആള്. വേപ്പിന്റെ ഇടട്ടാ. വേപ്പിന്റെ ഇടാൻ മറന്നു. വേട 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 നീ 4 തരം പാല് വയ്ക്കുന്നു കേട്ടാ. നന്നായി തീ കത്തണം. നീ നന്നായി തീ കത്തി. നമ്മൾ ഉപ്പിട്ടിട്ടില്ല കേട്ടാ. അപ്പൊ അത് പറയട്ടെ, ഇത് ഉപ്പിട്ടിട്ടില്ല. കൊടംപുളി അല്ല, ഈ കൊടംപുളി ഇടാറില്ല. കൊടംപുളി ഇടാം ഇടാം ഇടാം. എന്നാ കൊടംപുളി ഇടാൻ പോകും കേട്ടാ. നീ അതിങ്ങനെ പീസായിട്ട് നന്നായിട്ട് പൊട്ടിക്കില്ല. കേട്ടോ
ഇതിന്റെ പുളി എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടാ. അപ്പൊ നമ്മള് ഈ പുളി മതിയാവുമെന്ന് വിചാരിക്കുന്നു. മുത്തള കേട്ടോ, പുളി ഇത്തിരി കൂടിയില്ലെങ്കിൽ കുഴപ്പമില്ല. മീനിൽ ഇത്തിരി പുളി മുന്നിൽ നിൽക്കണം, നല്ലതാണ്, ടേസ്റ്റ് കിട്ടും. പുളിയില്ലെങ്കിൽ പുളിയും ഉപ്പില്ലെങ്കിൽ മീൻ കൂട്ടാൻ എന്തിനു കൊള്ളാം അല്ലേ? അപ്പോൾ കിട്ടും. കുറഞ്ഞ ഞാൻ പറയും പുളി വയറിന് പൊട്ടയാണ്, ഇത്ര പുളി മതി എന്ന് പറയും. എന്തൊരു ചേട്ടൻ പറയാമെന്നേ. അല്ല, അപ്പോൾ പണ്ട് കാലത്തെ ആളുകൾക്ക് ഇപ്പോൾ ഒരാളെ കളിയാക്കുകയാണെങ്കിൽ ഇതൊന്നും ആളുകൾക്ക് ഒരു പരാതിയിലും ഒന്നുമില്ല കേട്ടാ. നമ്മൾ പരസ്പരം അങ്ങോട്ട് ഇങ്ങോട്ട് ഒക്കെ പറഞ്ഞ് കളിയാക്കും, ജാതിയും മതം ഒക്കെ പറഞ്ഞ് കളിയാക്കും, ശരീരത്തെ ഷേപ്പിനും ഒക്കെ പറഞ്ഞ് കളിയാക്കും. അതുകൊണ്ട് ആർക്കും ഒരു പരാതിയിലും ഒന്നുമില്ല. അതൊക്കെ എല്ലാവരും ആസ്വദിക്കും കളിയാക്കലൊക്കെ. അപ്പോൾ അവിടെ ഇങ്ങനെ കുടത്തിലിങ്ങനെ അല്ല ഈ പാത്രങ്ങളായിട്ട് ഇങ്ങനെ വരി വരിയായി നിൽക്കും. അപ്പോൾ ഒരു തങ്കേച്ചി എന്ന് പറഞ്ഞിട്ടുള്ള ചേച്ചി ഉണ്ട് കേട്ടാ. ആൾക്ക് ഇത്തിരി ബോധം കുറവാണ്, മാനസിക പ്രായമായിട്ടുള്ളതാണ്. അപ്പോൾ ഒരു ചേച്ചിയും വരും. അപ്പോൾ ആ ചേച്ചീനാണ് നല്ല ഭംഗിയും അനിയത്തിനാണ് അത്ര ഭംഗിയില്ല. അവരുടെ പേരൊന്നും പറയാൻ പാടില്ല, ഒന്നും പറയാനില്ല. അപ്പോൾ അവർ രണ്ടുപേരും വെള്ളമായിട്ട് ഇങ്ങനെ വരും, അല്ല വെള്ളം ഇതിനൊക്കെ വരും. അപ്പോൾ അവരിങ്ങനെ വരി നിൽക്കും. അപ്പോൾ തങ്കേച്ചി ഇതിങ്ങനെ വന്നിട്ട് ഒരു ദിവസം വന്നിട്ട് ഇവർ രണ്ടുപേരിൽ ഈ ചേച്ചീനാണ് എന്തൊരു ഭംഗിയാ, എന്തൊരു സുന്ദരിയാ, ഈ ക്രാവിനാണ് ഒരു ഭംഗിയില്ല, കണ്ടില്ലേ? അങ്ങനെ പറയുന്ന അവരെ മൂത്ത് നോക്കിയിട്ട് ഭയങ്കര വിഷമമുണ്ടാവും അനിയത്തിക്ക്. അല്ല വിഷമായി, അത് വേറെ കാര്യം അല്ലാന്ന്. എന്നാലും അതൊക്കെ ആളുകൾക്ക് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാലേ, മൂത്ത് നോക്കി പറഞ്ഞു കഴിഞ്ഞാലേക്ക് കുഴപ്പമില്ല അല്ലേ? അതിപ്പോ ആ തങ്കേച്ചിക്ക് ഇത്തിരി മാനസിക ഇതുള്ളതല്ലേ, അതുകൊണ്ടല്ല അത് പറഞ്ഞത്. അങ്ങനത്തെ ആളുകള് ഇപ്പോഴത്തെ കാലത്ത് എന്ത് പറഞ്ഞാലും നമ്മള് അതിനെ സീരിയസ് ആക്കി എടുക്കില്ലല്ലോ. ബോധമില്ലാണ്ടവരെന്ന് പറയല്ലേ, അങ്ങനെയല്ലേ വിചാരിക്കുള്ളൂ. അല്ലാണ്ട് പറയുമ്പോഴല്ലേ പ്രശ്നം. ആ ചേച്ചിയിലേന്ന് ചേട്ടനെ അടിയിട്ടിട്ടില്ലേ തങ്കേശ്ശേരിന്ന്? അല്ല, അതിന്റെ എന്തുട്ടോ കട്ടു എന്നൊക്കെ പറയും. ചേട്ടനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്ക് കട്ടുകൊണ്ടുപോയി എന്ന് പറയും. താമരശ്ശേരി അജുണ് എൻ്റെ ആശേരി എല്ലാം മരം കട്ടുകൊണ്ടുണ്ട്. പണിയാനായിട്ട് എന്തോരം മരം കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത് ആൾക്ക് ആശേരി പണിയാണ് രാമേട്ടന്. അപ്പോൾ മരം കട്ടുകൊണ്ടുപോയി എല്ലാ വീട്ടിലും ചെന്ന് പറയും. എന്നിട്ട് ആ ഒരു ദിവസം അമ്മ ഇവിടേക്ക് വന്നിട്ട് അമ്മേരെ എന്ന് പറയുന്നു, നിങ്ങളുടെ അജു എല്ലാ മരം കട്ടുകൊണ്ടുപോയി പണിയാൻ വെച്ചിട്ടുള്ളത്. അതിലെല്ലാം സത്യം ഉണ്ടോ? അതിലെല്ലാം സത്യം ഉണ്ടോന്ന്? ഈ 10-14 വയസ്സുള്ള ഞാൻ ഈ മരം കേൾക്കാൻ പറ്റില്ല, എന്തിട്ട് മരം കേൾക്കാൻ. പിന്നെന്താ ഇവിടെ ഇത്ര അധികം ആൾക്കാരുടെ ചേട്ടന്റെ പേര് മാത്രം പറയാൻ കാരണം? അതിപ്പോ അതിലെ ഞാൻ പശുവിനെ തോട്ടിൽ പോയി പശുവിനെ വെച്ചാൽ പോകുമ്പോൾ ആൾ എല്ലാ ദിവസവും അതിലെ പോവും. അപ്പൊ ആൾ കൊല്ലാമ്പേക്ക് പാല് വാങ്ങിക്കാൻ വരും. അപ്പൊ അങ്ങനെ നോക്കും. അപ്പൊ വർത്താനം പറയുന്ന നിങ്ങളുടെ തങ്കച്ചി പോയിട്ട് എന്നൊക്കെ വർത്താനം പറയും. അപ്പൊ ആള് തുടങ്ങും, നീലടാ മരം കട്ടെ, ഞാൻ അമ്മേച്ചോട് വന്നിട്ട് പറയട്ടെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഓരോ കാര്യങ്ങള് നാട്ട്. അപ്പൊ ചേട്ടൻ ഒന്നും മിണ്ടാണ്ടിരിക്കില്ല, എന്തായാലും നല്ല തെറി പറഞ്ഞു കൊടുക്കില്ല. കണ്ട, അത് പറയണില്ല. പച്ചത്തെറി പറയണേലും മോശക്കാരനല്ലല്ലോ. തെറി പറഞ്ഞു കൊടുക്കും, ഞാൻ നിഷേധിക്കണമെന്നില്ല, തെറി പറയാറുണ്ട്. ഇവിടെ അമ്മ നന്നായി തെറി പറയും. അമ്മയുടെ തെറി പറയാനുള്ള കഴിവ് അതുപോലെ കിട്ടിയിട്ടുള്ള, പകർന്ന് കിട്ടിയിട്ടുള്ള മകൻ ചേട്ടനാണ് അല്ലേ? പിന്നെ തെറി പറയില്ല. അല്ലല്ല, അന്ന് കാലത്തുള്ള എല്ലാ അമ്മമാര് തെറിയില്ല, നീ എല്ലാരും വിളിക്കുക മക്കളെയൊക്കെ. ഓരോ സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഒരു വിളിയുണ്ട് ഇത് ഇവിടുന്ന് പണ്ടാറക്കാല എന്നുള്ളൊരു വിളി കേൾക്കാം, അത് പിടിക്കും. അപ്പൊ ഇങ്ങനെ അലയൊലിക്കണം, കാല 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 ഒക്കെ വരൂല്ലേ? വരും അങ്ങനെ. അത് പാടത്ത് കളിക്കാൻ എല്ലാവരും പോവും. അപ്പൊ ഇതൊരു കാര്യന്നേ. അപ്പൊ അമ്മമാര് എല്ലാവരും ആമ്പിള്ളേരൊക്കെ പാടത്താണ് കളിക്കുന്നുണ്ടാവുക. അപ്പൊ എന്ത് കളിക്കുക? അപ്പൊ എന്തെങ്കിലും ആവശ്യം മെയിനായിട്ട് റേഷൻ കടയിൽ പോയിട്ട് മണ്ണെണ്ണ വാങ്ങിക്കുക, അരി വാങ്ങിക്കാനാണ് ഈ വൈകുന്നേരം 6 മണി നേരത്താണ് പോകേണ്ടത്. അതിനാണ് മെയിനായിട്ട് വിളിക്കുന്നത്. അല്ലാണ്ട് പണിക്ക് പോകാൻ അല്ലെങ്കിൽ ഇതിനല്ല. ഈ റേഷൻ കടയിൽ ഈ കളിക്കുന്നതിന്റെ ഇടയിൽ റേഷൻ കടയിൽ വരിയാവും. അപ്പൊ ഈ റേഷൻ കടയിൽ പോകാനാണ് ഈ വിളി നടക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ഇതിലാണ് അമ്മമാര് കേട്ടില്ല ബുദ്ധിമുട്ടില്ലേ കളച്ചു തുടങ്ങി. അപ്പോൾ ആ കാലഘട്ടത്തിലുള്ള കഥകൾ ഇപ്പോൾ 1984 എത്ര 10-40 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയണത്. അതിനും ഒരു 10-60 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള എസ് കെ പൊറ്റക്കാട് ഇങ്ങനത്തെ കഥാപാത്രങ്ങളെയൊക്കെ രംഗത്തിറക്കിയിട്ടാണ് ഈ മറ്റേ ദേശത്തിൻ്റെ കഥയും തെരുവിൻ്റെ കഥയൊക്കെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതിലിങ്ങനത്തെ കുറേ കഥാപാത്രങ്ങളെ എന്താ പറയുക കാണിക്കുന്നുണ്ട്. അല്ല, അതുപോലെ എല്ലാവരുടെ ഇതിലും ഇങ്ങനെ ഒരുവിധം ഇപ്പോഴുള്ളവരിതിൽ ഇങ്ങനത്തെ നാടൻ കഥാപാത്രങ്ങൾ ഉണ്ടാവില്ല. പ്രേമേട്ടൻ എത്ര നാളായിന്ന് അറിയാം ചേട്ടനോട് പറയണു കഥ എഴുതാൻ? ചേട്ടന്റെ
ആത്മകഥ എഴുതാൻ? ആത്മകഥയല്ല, നമ്മുടെ തമാശകള്. പിന്നെ നമ്മുടെ തമാശകൾ, ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള തമാശകൾ, അത് എഴുതാനാണ് പറയുന്നത്. ഒരാത്മകഥ പോലെ തന്നെ എഴുതിക്കോ തുടക്കം തൊട്ട്? ഉപ്പിട്ട് കഴിഞ്ഞു, മീൻ കഷ്ണം ഇടാൻ പോകണം കേട്ടോ. അയില സിമ്പിൾ വെപ്പാണ്, സിമ്പിൾ വെപ്പ്. പുളി ഉണ്ടാകുമോ എന്തോ അറിയില്ല. ആത്മകഥ ആ പുളിയിട്ടുണ്ടവർ നോക്കാം നമുക്ക്. സരിതാ, ഇന്നാളെ ഒരാൾ ഈ പറയുന്നില്ലേ, ഒരു കാലഘട്ടത്തിൽ മുന്നേ ജീവിച്ചു വരുന്ന അവർ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ, കഷ്ടപ്പാടുകൾ, ഇന്നത്തെ പിള്ളേരുടെ ഇതും അന്നത്തെ, അത് കുറേ പേര് ഈ ഫേസ്ബുക്കിലും ഇതിലൊക്കെ കാണാം. അന്ന് ജീവിച്ചത് നമുക്ക് രണ്ട് കാലഘട്ടം ജീവിക്കാൻ പറ്റി. ദാരിദ്ര്യ കാലഘട്ടം, വെളിച്ചമില്ലാത്ത കാലഘട്ടം, വൈദ്യുതി വീടുകളില്ലാത്ത കാലഘട്ടം, ടി വിയും ഇപ്പോഴത്തെ ഈ മൊബൈൽ ഫോണും അതില്ലാത്ത കാലഘട്ടം, റേഡിയോ ഉള്ള കാലഘട്ടം, രണ്ടിലും അനുഭവിക്കാൻ പറ്റി. പിന്നെ റോഡുകളിലൂടെ വണ്ടികൾ, വാഹനങ്ങൾ ഇങ്ങനെ ഇല്ലാത്ത കാലഘട്ടം, കാളവണ്ടി വരുന്ന ടൈമിലൊക്കെ നമുക്ക് ഓർമ്മയുണ്ട് കൂടുതൽ. കാളവണ്ടി റോട്ടിൽ കൂടെ, അത് എന്താ പറയുക, പൊല്യൂഷൻ ഇല്ല, പ്ലാസ്റ്റിക് ഇല്ലാത്ത കാലഘട്ടം, പ്ലാസ്റ്റിക് ഉള്ള കാലഘട്ടം. ഇപ്പോൾ അന്ന് പ്ലാസ്റ്റിക് ഉണ്ടായിരുന്നില്ലേ. ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടല്ലേ രണ്ട് കാലഘട്ടത്തിലും. പിന്നെ ആളുകൾക്ക് കടങ്ങൾ കുറവായിരുന്നു, കടങ്ങളില്ല, ലോൺ എടുത്ത് വീട് പണിയുടെ പരിപാടിയില്ല, ലോൺ എടുത്ത് കാറ് വാങ്ങിക്കുന്ന പരിപാടിയില്ല, ലോൺ എടുത്ത് ആഡംബര സാധനങ്ങൾ തന്നെ വാങ്ങിക്കുന്നില്ല. കണ്ട ഒരു സ്ഥലത്ത് മാത്രം തിളക്കണുള്ളൂ. എന്തൊരു ചൂടറി, അത് തള വരും. അതെ, കാറ്റ് അവിടെ നിന്ന് കാരണം കൊണ്ടേ ഇത് വെച്ചിട്ട് ഈ അടുപ്പായിട്ട് പോലും കാറ്റ് പിടിക്കണു അല്ലേ. ശരിയാവും, അത് തള വരും. മുളക് പൊടി ഇത്തിരി ഇടേണ്ടി വരും. ഇടട്ടെ, ഒരു സ്വല്പം മുളക് പൊടി ഇടണ്ട കേട്ടാ, അധികം ഇടണ്ടി. ഇങ്ങനെ മുളക് പൊടി ഇട്ടോണ്ട് കുഴപ്പമില്ല കേട്ടാ. ഒരു കുഴപ്പമില്ല. എന്ത് കുഴപ്പം? ഇടണം. ഇനി ഇടണ്ട, പറ്റുമ്പോ ശരിയാവും. ഇങ്ങനെ ചിറ്റിച്ചു കൊടുക്കാം. ചിറ്റിക്കുമ്പോ ഞാൻ ചിറ്റിക്കണ്ട എന്ന് പറയുന്നത് എനിക്ക് അത് ഭയങ്കര ചൂടുണ്ട്. ഇളക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ പാല് പിരിയും. ഇത് കണ്ട, ഇവിടെ തിളക്കില്ല, അപ്പൊ ഇവിടെ പാല് പിരിയും. ചെയ്യാ ഈ സൈഡ് അങ്ങോട്ട് തിരിക്കാം, അങ്ങനെ തിരിക്കുക. അങ്ങനെ തിരിക്കുമ്പോൾ ആ സൈഡിലും തള വരും. തള വരുന്നത് ഇപ്പൊ അവിടെ തിളക്കുന്നു, ഇവിടെ തിളക്കുന്നു. തിളച്ചോളൂ അല്ലേ? അതെ, തള വരുന്നുണ്ട്. കാക്ക വരുന്നു, വിളിക്കുന്നുണ്ട്. ആരെങ്കിലും വരുന്ന ആര് വരുമോ? കദളി വാഴ കയ്യിലിരുന്ന് കാക്കയിന്നു വിരുന്നു വിളിച്ചു, വിരുന്നുകാരാ 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 വന്നാട്ടെ. പുളി ഇറങ്ങിയില്ലേ? പുളിയൊക്കെ ഇറങ്ങി. ഇതാണ്ട ഈ നമ്മുടെ കോടംപുളി കണ്ട വെന്തു. കോടംപുളിയൊക്കെ അലിഞ്ഞു തോന്നുന്നുണ്ട്. നമ്മുടെ ഈ എന്താ പറയാ, മൂവാണ്ട മാങ്ങ ഇടില്ലേ, കൂട്ടാല് അലിയും. മൂവാണ്ട മാങ്ങ അലിയും. അതുപോലെ ആയി. തീ ഉറക്കുന്നുണ്ട് കേട്ടാ. കുറച്ച് സമയം കിടന്നിട്ട് സിമ്മിലിടുന്ന വെളിച്ചെണ്ണ തെളിഞ്ഞാൽ മതി. കൂട്ടാൻ കാച്ചേണ്ട ആവശ്യമില്ലല്ലോ. ഉള്ളി കാച്ചണ? ഉള്ളി വേണ്ട, കാരണം നമ്മൾ സബോളയും ഇതൊക്കെ ഇട്ട് ആക്കിയതല്ലേ. പള്ളി നീരാട്ടിനു വന്നൊരു മാനിനെ പട്ടമഹിഷിയായി വാഴിച്ചു, തിങ്കൾ പട്ടമഹിഷിയായി വാഴിച്ചു. അവളുടെ രൂപം മാറിലമർന്നു, ആദ്യത്തെ മധുവിധു രാവുണർന്നു. അവളുടെ രൂപം മാറിലമർന്നു, ആദ്യത്തെ മധുവിധു രാവുണർന്നു. ചന്ദ്രരശ്മിതൻ ചന്ദന നദിയിൽ സുന്ദരിയാമൊരു മാൻപേട പാടിയാടി നീരാടി, പവിഴത്തിരകളിൽ ചാഞ്ചാടി. ചന്ദ്രരശ്മിതൻ ചന്ദന നദിയിൽ സുന്ദരിയാമൊരു മാൻപേട. ദേശങ്ങളുടെ പാട്ടാണ്. ശ്രീകുമാരൻ തമ്പിക്കാണ് വരികൾ. ശ്രീകുമാരൻ തമ്പിയുടെ വരികളാണ്. ഏത് സിനിമയാന്ന് എനിക്ക് ഓർമ്മയില്ല, നോക്കി നോക്കിയേ. 1973 ഒന്നുകൊണ്ട്
അതുവരെ അറിയാം, സിനിമയുടെ പേര് അറിയില്ല. തോന്നുന്നുണ്ട്, എനിക്ക് അറിയില്ല, ഞാൻ നോക്കിയോട്ടെ. നമ്മളിത് മീൻ കൂട്ടാൻ ഇറക്കാണ്. എന്നിട്ട് നമ്മൾ പപ്പടം കാച്ചുണ്ട്, ഇതിനൊന്ന് ഉള്ളിയിലൊന്ന് കാച്ചണ്ട എന്നായിരുന്നു ഞങ്ങൾ ഇതുവരെ വിചാരിച്ചത്. പിന്നെ തോന്നി കൂട്ടാൻ കാണാൻ ഒരു ഭംഗി വേണമെങ്കിൽ കാച്ചണം. തീ കെട്ടു, പപ്പടം കാച്ചി ചോറണം. സാധാരണ ഇപ്പൊ മീൻ കൂട്ടാൻ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഇപ്പൊ ചേട്ടൻ്റെ ചോറിനല് കഴിഞ്ഞിട്ടുണ്ടാവും ഇതിന്ന് എടുത്തിട്ട്. നീ കാച്ചൊന്നും വേണ്ടെന്ന് പറയും. അതാണ് ശീലം. വീഡിയോ എടുക്കുന്നത് കൊണ്ട് നമ്മൾ കാച്ചുന്നു. ഒരു ഭംഗി വേണ്ടേ, കൂട്ടാൻ കാണാനൊരു ഭംഗി വേണ്ടേ അല്ലേ? പിന്നെ പപ്പടം കൂട്ടി ചോറിനെന്ന് പറഞ്ഞ രസമല്ലോ. ജഗ്ഗുന് മുതിര കൂട്ടാൻ വെച്ചിട്ടുണ്ട്. ജഗ്ഗു അലമ്പാന്ന് പറഞ്ഞല്ലോ. അപ്പൊ അത് അവന് കാച്ചി കൊടുത്ത അവൻ ഹാപ്പി. അതും തൈരും ഉണ്ടായാൽ മതി, പപ്പടം ഉണ്ടായ ആളടിപൊളിയായിട്ട് ചോറുണ്ടോളും. പപ്പടം കാച്ചി കഴിഞ്ഞിട്ട് കൂട്ടാൻ കാച്ചിയാൽ മതി. കൂട്ടാൻ കാച്ചി കഴിഞ്ഞിട്ട് കപ്പട അല്ല പപ്പടം കാച്ചിയാൽ മതി. എന്തിനാ വേണ്ടേ? ചേട്ടൻ്റെ ഇഷ്ടം. അല്ല ആ വെളിച്ചെണ്ണയിൽ ആക്കിയാൽ മതി. സാധാരണ നമ്മുടെ ഇങ്ങനെ വിചാരിക്കുക ചെയ്തിട്ടാ, അതായത് അയ്യോ പപ്പടം കാച്ചിയ വെളിച്ചെണ്ണ അല്ലാണ്ട് കൂട്ടാൻ കാച്ചിലെന്ന് പറയരുത്. നമ്മുടെ പണ്ട് കാലത്തുള്ള ഒരു രീതിയാണ് അമ്മമാർ പപ്പടം പപ്പടം കാച്ചും ആദ്യം, എന്നിട്ട് അതിലാണ് ബാക്കിയുള്ള ഉപ്പേരി കൂട്ടാൻ കാച്ചി കഴിഞ്ഞാൽ ഉപ്പേരി കൂട്ടാൻ നല്ല രസമാണ്, വേറൊരു ടേസ്റ്റ് കിട്ടും. അധികം വെളിച്ചെണ്ണ ഒഴിക്കുന്നില്ല. ഉള്ളി കുറേ ആയി. ഇതാണ് ഞങ്ങളുടെ പപ്പടം കാച്ചിട്ട് എടുത്ത് വയ്ക്കുന്ന പാത്രം. അതിൽ പപ്പടം ഉണ്ടാവില്ല, മുന്നത്തെ ഒരു പപ്പടം ബാക്കിയാ. ഒരു പപ്പടം ഉണ്ട് എനിക്കിന്. ഈ പോളിയുള്ള പപ്പടം കേട്ടാ, ഇത് നിലത്തെ പപ്പടമാണ്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ സാർ ഇത് കാച്ചിയോ, അല്ല പപ്പടം കാച്ചിയോ, പപ്പടം കാച്ചിടും. ആദ്യത്തെ പോളിൻ്റെ ആവട്ടെ. 2 കമ്പി ഉണ്ടാവില്ലേ? ഒരു കമ്പി ഇങ്ങനെ പുറത്ത് വയ്ക്കും. ഈ കമ്പി ചില വീട്ടിൽ കമ്പി ഉണ്ടാവില്ലേ, പച്ചെറുക്കില്ലേ? പപ്പടം കാച്ചുന്ന വിശേഷ ദിവസങ്ങളൊക്കെ പപ്പടം കാച്ച. മറ്റേ പപ്പടം ഉണ്ടാക്കണ അമ്മണേച്ചി പപ്പടമായിട്ട് വരും. അയ്യോ, മാസത്തിൽ 2 വട്ടം വാങ്ങിക്കമ്മ പപ്പടം എന്ന് പറഞ്ഞിട്ട് അമ്മേരെ പിന്നെയോടെ കെഞ്ചും കിടന്നിട്ട് കൂടുതൽ വാങ്ങിക്കാനായിട്ടേ. വാങ്ങിക്കമ്മ പപ്പടം കൂടുതൽ വാങ്ങിക്കാൻ പറഞ്ഞിട്ടേ അത് ഒരുവിധം ഫുള്ള് പൊളയും. ചേട്ടന് ഇങ്ങനത്തെ പോളയുള്ള പപ്പടം വേണം. ജഗ്ഗുനാണെങ്കിൽ പൊളയ്ക്കാനും പാടില്ല. ഇതിപ്പോൾ കുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാവും. അടിപൊളി. ഓട്ടോ കുത്തിയ വീർക്കില്ലേ? പിന്നെ ഒറ്റ പോള ഉണ്ടാവാണ്ടിരിക്കാനായിട്ട് 2-3 സ്ഥലത്തേ ഓട്ടോ കുത്തും ചിലർ. അതിൻ്റെ ആവശ്യമില്ല, അപ്പം തീരെ പോള ഉണ്ടാവില്ലല്ലോ. ഇതിൽ വെളിച്ചെണ്ണ കൂടി മാറ്റേണ്ടി വരും. വെളിച്ചെണ്ണ ഇത്തിരി എടുക്കാം നമുക്ക്. ഇത്രയ്ക്കധികം വെളിച്ചെണ്ണ കാച്ചണ്ട. ഈ വെളിച്ചെണ്ണ വേണമെങ്കിൽ അങ്ങനെ അതിലേക്കാക്കിയോ, വേറെ നല്ല വെളിച്ചെണ്ണയിൽ ഇതാക്കാം. അത് വേണ്ട, നമുക്ക് പണ്ടത്തെ ടേസ്റ്റ് കിട്ടിയോട്ടെ. അല്ല, പപ്പടം കാച്ചാൻ വേണ്ടിയിട്ടേ ഇനി പപ്പടം കാച്ചുമ്പോൾ ഈ വെളിച്ചെണ്ണ ഉപയോഗിക്കാന്ന്. അത് വേണ്ട, ഇതിൽ തന്നെ കാച്ചണം. അന്നിപ്പോ പണ്ടത്തെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇത് തന്നെ വേണ്ടേ മാർക്ക്. മതിയില്ലേ? ഉള്ളി അരിഞ്ഞിരുന്നു. 1:35 1:40 ചോറിനെ പറ്റി ഇതിലേ 20 തരുതാ കേട്ടോ. വെളിച്ചെണ്ണ തുള്ളി വീഴുമ്പോൾ തുണ്ടിന് മീൻ കൂട്ടാൻ കാച്ചുമ്പോൾ ആദ്യം കടുകിട്ട് പൊട്ടിച്ച് ഇതിടും. പിന്നെ വറ്റൽമുളക് കഷ്ണങ്ങളാക്കിയിടും, ഇതിടും, ഉലുവിടും. പിന്നെ ലാസ്റ്റ് ഒഴിക്കാനതിന് മുന്നേ തീ കെടുത്തതിന് ശേഷം ഇത്തിരി മുളക് പൊടി. കൂട്ടാൻ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഒരു കളറ്, ചുവപ്പ് കളറ്, കാശ്മീരി മുളക് പൊടി ഇടുമല്ലേ? ഭംഗിക്ക് വേണ്ടി. ഇന്ന് മഴ പോയില്ലേ? ഇന്നലെ കാലവർഷം തുടങ്ങി എന്ന് പറഞ്ഞതായിരുന്നു. അപ്പോഴേക്കും മഴ പോയി. വേപ്പിലിട്ടു. ചോറ് പാടില്ല വേണ്ടല്ലോ. അതൊക്കെ ചേട്ടൻ്റെ ഇഷ്ടം. ഇതിൽ ചോറ് എടുത്ത് കൊണ്ടാൽ മതി നീ. എപ്പോഴേ ആളുകളെ കൊതിപ്പിക്കാൻ പാടില്ല. ചോറിൻ്റെ കൊതിപ്പിക്കാൻ പാടില്ല. അപ്പോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണോ? ചോറിന് കാണിക്കില്ലേ? ചോറിനാം. പിന്നെ അല്ല, ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് ചോറിനാണ് വെറുതെ. കയ്യിൽ പിടിച്ചിട്ട് ചോറിനുണ്ടോ? കയ്യിൽ പിടിച്ചിട്ട് ഏതൊഴിക്കണം. ബാ വേഗം 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 വേഗം. അയ്യോ, ഉറുമ്പിന്റെ കളറാണ് പാടുള്ളൂ. മതി. ഒരു പണത്തൊക്കെ അങ്ങടുമില്ല, ഒരു പണത്തൊക്കെ ഇങ്ങടുമില്ല. വാഴയിലും നമ്മൾ ചോറിനല്ലേ ഇന്ന്. ഒരു പ്ലേറ്റിൽ ഇത്തിരി ചോറ് എടുക്കണം. അപ്പോൾ നമ്മൾ കൂട്ടെടുക്കാം കേട്ടോ. ഇത് കുടംപൊടി അരിഞ്ഞു പോയില്ലേ? ശരി, ഒരു താലി എടുക്കാം. മുഖം ഒന്ന് കാണിക്കൂ. ജഗ്ഗുവിന് എന്നിട്ട് കുഴപ്പം. ഇതേപോലത്തേക്ക്
ഇതേപോലത്തെ കൂട്ടാൻ കഴിക്കാൻ ഭാഗ്യം ചെയ്യണം എന്ന് പറയാ. ആ പപ്പടം എടുത്ത് പോവാൻ നമുക്ക് വേണ്ട. പണ്ട് ജനിച്ചാൽ മതിയായിരുന്നു ജഗ്ഗു വിചാരിക്കണം. അങ്ങോട്ട് പോവാ. എന്തത് ആട്ട് ഇതും ഇരുന്നിട്ട് ചോറിനാന്ന് വെച്ചേ ഇതിരിക്കാൻ രസം. നല്ല കാറ്റുണ്ട് ഇവിടെ. കോടംപുളി കണ്ട അലിഞ്ഞു. ജഗ്ഗുവിന് ഈ കൂട്ടാനേ ഒരു വ്യത്യസ്തമായ സാധനമാണ്. പപ്പടം നോക്കിയേ, പപ്പടം പൊടിക്ക് നോക്കിയേ. പപ്പടം ഇതിനു മുമ്പ് ഇങ്ങനെ ഇത്ര നന്നായിട്ട് പപ്പടം പൊടിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഒറ്റയടിക്ക്. ഇനി ഇതിന്റെ ഒരു ഉരുള തിന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം വരുന്നു, സ്വർഗലോകം കാണും. കാണുമ്പോ കൊതിയാവുണ്ടല്ലേ? ഇത് കഴിച്ചോക്ക്. അതിനുണ്ട് സാധനം. മിന്നിച്ചിട്ടില്ലേ സരിത്? മിന്നിച്ചിട്ടില്ലേ നോക്കിയേ. കുത്തരി ചോറ് ഉണ്ട്. കോടംപുളിയുടെ ഫീലുണ്ട്. ആ ലാസ്റ്റ് ഉണ്ടല്ലേ കോടംപുളി. മറ്റേ കറുത്തിട്ടുള്ള ഉണങ്ങിയ കുടംപുളി ഇടുന്ന ആ ഒരു ടേസ്റ്റ് അല്ല അല്ലേ? കുഴപ്പമില്ല. ഒരു പൊട്ട് മീൻ തിന്നോ. എന്താ മീൻ തിന്നോ? നിനക്കും വായിലേക്ക് തിന്നുകയാണെങ്കിൽ മീൻ വെച്ചെടുത്തപ്പോഴത്തെ അവന്റെ മുഖം മീനട്ടെ വിഴിഞ്ഞിന്ന്. ജഗ്ഗുന് മീൻ ഇഷ്ടമല്ല അല്ലേ? അതെ കൂടപ്പൊടി ഉണ്ടാ. റാവുത്തർ ബിരിയാണി ഭയങ്കര ഇഷ്ടമായി ജഗ്ഗുന്. പറഞ്ഞിട്ട് പിന്നാലെ നടക്കുന്നു. എന്തോരം വേണമെങ്കിലും ഉണ്ടാക്കി കൊടുത്തോളാൻ പറയണ്ടേ. ഇന്നുണ്ടാക്കിയരാട്ടാ, വൈകുന്നേരം ഉണ്ടാക്കിയരാ. അരി ബാക്കിയുണ്ട്. ഇന്നലെ പറഞ്ഞത് നാളെ ഉണ്ടാക്കിയരാന്നാ പറഞ്ഞത്. എനിക്ക് നല്ല ഓർമ്മ. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ലേ. വൈകുന്നേരം ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞു നീ ഇന്നലെ. ഇന്നലെ പറഞ്ഞു ഇന്ന് വൈകുന്നേരം. ഇന്നലെ നീ പറഞ്ഞത് ഇന്ന് വൈകുന്നേരം അല്ല, ഇന്നലെ തന്നെ വൈകുന്നേരം ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അയ്യോ, പക്ഷെ ഞാൻ അങ്ങനെ പറഞ്ഞാലും വായ കൊണ്ട് പറഞ്ഞാൽ എന്റെ മനസ്സിൽ ഇതന്നെയാ എന്റെ കാര്യത്തിൽ മുഴുവൻ സംഭവിക്കണത്. ഞാൻ ഉദ്ദേശിച്ച ഒരു കാര്യമായിരിക്കും പറഞ്ഞത്. വേണ്ട ചേട്ടണ്ടോ. അപ്പൊ ഇന്നുണ്ടാക്കിയരാ. ജോവിന് ഇഷ്ടപ്പെട്ടില്ലേ? അപ്പൊ ആ ചിക്കൻ എടുത്തിട്ട് വെക്കല്ലേ ബിരിയാണി. ജഗ്ഗുനുണ്ടാക്കി അത് ഈ കുടംപൊളിയില്ലേ അത് കഴിക്കണ്ട. ചെറിയൊരു കയ്പ് വരും. അപ്പൊ കയ്പ് രസാ. കയ്പിന്റെ രസമുണ്ട്. അപ്പൊ അടിപൊളിയായിട്ടാ. അപ്പൊ ഞങ്ങള് ചോറിനട്ടെ. ഞങ്ങളല്ല, ഞാൻ ചോറിനട്ടെ. അപ്പൊ നിങ്ങൾ ജഗ്ഗുവിന് ഞാൻ മുദ്ര കൂട്ടാൻ കാച്ചി കൊടുക്കട്ടെ. എന്തത് കഴിച്ചൂടെ? തൂട്ടി ചോറിന മതിയാ? അല്ല, എന്തായാലും മുദ്ര വെച്ചു, വേവിച്ചിട്ടുണ്ട്. അതിന് കാച്ച വേണ്ട, കുത്തി കാച്ച വേണ്ട. പപ്പടം ഉണ്ട്. അപ്പൊ നമുക്ക് ജഗ്ഗു സന്തോഷമായിട്ട് ചോറിനട്ടെ. ഇത് അല്ലെങ്കിൽ ജഗ്ഗു ഇരുന്ന് പറഞ്ഞു ജീവിതം എടുത്തു ഇന്നും പട്ടിണി. ജഗ്ഗുവിന്റെ ഡയലോഗ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ജഗ്ഗു. അത് കാരണം ഞാൻ വേഗം മുദ്ര കൂട്ടാൻ കാച്ചി കൊടുക്കട്ടെ. അപ്പോൾ കുടംപുളി, പച്ച കുടംപുളി കിട്ടുമ്പോൾ എല്ലാവരും വെച്ച് നോക്കാട്ടോ. അടിപൊളിയാണ്. നമുക്ക് ഇങ്ങനെ ചോറ് വായിലേക്ക് പോണതല്ല, വയറ്റിലേക്ക് പോണത് അറിയില്ല. അപ്പോൾ നിർത്താം. അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം. ഞാൻ പോകുന്നു. ബൈ.